നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജകുമാരി ഖജനാപ്പാറ അരമനപ്പാറ സ്ട്രീറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടത് ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ എത്തിയ തൊഴിലാളികൾ. സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പോലീസ് കസ്റ്റഡിയിൽ. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ തെളിവെടുപ്പിനിടെ നിർണായക കണ്ടെത്തൽ. ആഷിഖ് ജോൺസൺ ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തത് കലയന്താനിയിലെ ഗോഡൌണിൽ നടത്തിയ തെരച്ചിലിൽ. കട്ടപ്പന നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ബജറ്റ് അവതരിപ്പിച്ചത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി. ജില്ലയിൽ ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിച്ച ബജറ്റ് എന്ന പ്രത്യേകതയും കട്ടപ്പന നഗരസഭയ്ക്ക്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. രാജകുമാരി ഖജനാപ്പാറ അരമനപ്പാറ സ്ട്രീറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ പകുതി ശരീരഭാഗമാണ് ഏലത്തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയത്. ജനിച്ച ഉടനെ ജീവനില്ലാത്തതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നവജാത ശിശുവിന്റെ ശരീരം കുഴിച്ചിട്ടതായാണ് പ്രാഥമിക നിഗമനം. ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ എത്തിയപ്പോഴാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. വെള്ളം കുടിവെള്ളം എടുത്ത് വരதுக்காண்டி ஓஸ் ஒழிச்சிட்டு வந்து வரும்போது ஒரு ஈச்சடிக்கும் போது பாடி பார்க்கும்போது சரி நான் அருண்கிட்ட சொல்லிட்டு அருண் வந்து நம்பர்கிட்ட சொல்லி നമ്പർ പോലീസുകാർക്ക് പറഞ്ഞ് പോലീസുകാർ വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ തെളിവെടുപ്പിനിടെ നിർണായക കണ്ടെത്തൽ. ആഷിഖ് ജോൺസൺ ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. കലയന്താനിയിലെ ഗോഡൌണിൽ നടത്തിയ തിരച്ചിലിലാണ് കത്തി കണ്ടെടുത്തത്. കൈയിലും കാലിലും ബിജുവിനെ കുത്തി മുറിവേൽപ്പിച്ചെന്ന് ആഷിഖ് മൊഴി നൽകിയിരുന്നു. മൃതദേഹത്തിൽ കണ്ട മുറിവുകളെപ്പറ്റി അന്വേഷണ സംഘം നേരത്തെ സംശയവും പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ആഷിഖ് ജോൺസൺ ബിജുവിനെ കുത്തിയതായി പോലീസിന് സൂചന ലഭിച്ചത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. കത്തിയിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കലയന്താനിയിലെ ഗോഡൌണിൽ നടത്തിയ തിരച്ചിലിലാണ് കത്തി കണ്ടെടുത്തത്. കട്ടപ്പന നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലയിൽ ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിച്ച ബജറ്റ് എന്ന പ്രത്യേകതയും കട്ടപ്പന നഗരസഭയ്ക്കാണ്. കട്ടപ്പന നഗരസഭയുടെ സർവോന്മുഖമായ വികസനവും പുരോഗതിയുമാണ് ബജറ്റ് അവതരണത്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത്. കാർഷിക വൃത്തിക്ക് മുഖ്യ പ്രാധാന്യം നൽകി വരുന്ന കട്ടപ്പന നഗരസഭയെ കേരളത്തിലെ തന്നെ മികച്ച നഗരസഭയാക്കി മാറ്റുന്നതിനുള്ള പ്രയത്നത്തിൽ കൈവരിക്കേണ്ട സ്വപ്നങ്ങളും പൂർത്തീകരിക്കേണ്ട പദ്ധതികളുമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റിൽ 5,26,52,700 രൂപയുടെ മുന്നിരിപ്പും 96,6,49,803 രൂപയുടെ വരവും ഉൾപ്പെടെ 101,33,02,503 രൂപ ആകെ വരവും 93,43,29,703 രൂപ ചെലവും 7,89,72,800 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി അവതരിപ്പിച്ചത്. 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റിൽ 5,26,52,700 രൂപയുടെ മുന്നിരിപ്പും 96,6,49,803 രൂപയുടെ വരവും ഉൾപ്പെടെ 101,33,02,503 രൂപയുടെ ആകെ വരവും 93,43,29,703 രൂപയുടെ ചെലവും 7,89,72,800 രൂപയുടെ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് 75 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് 20 ലക്ഷം രൂപ വകയിരുത്തി. പുളിയന്മല കമ്പനിപ്പടിയിൽ താമസിക്കുന്ന സ്വന്തമായി വീടോ
സ്ഥലമോ ഇല്ലാത്ത ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിനായി 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കർഷകരെ സഹായിക്കാൻ 28 ലക്ഷം രൂപ, ജലസേചന പമ്പ് സെറ്റ് വിതരണത്തിനായി 17 ലക്ഷം രൂപ, പച്ചക്കറി വിതരണത്തിനായി 2 ലക്ഷം രൂപ എന്നിവയും വകയിരുത്തി. കട്ടപ്പന നഗരസഭയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കല്യാണത്തണ്ടിന്റെ ടൂറിസം പദ്ധതിക്കായി 30 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിന് 1,22 ലക്ഷം രൂപയും വകയിരുത്തി. കൂടാതെ നഗരസഭാ ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായി 10 ലക്ഷം രൂപയും വകയിരുത്തിയതായി നഗരസഭാ അധികൃതർ പറഞ്ഞു. നമ്മുടെ നമുക്കറിയാം, ടൗണിൽ വൈദ്യുതി വെട്ടത്തിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സോളാറിൽ ഇപ്പോൾ ഹൈവേയിൽ ചെയ്തു വന്നിരിക്കുന്ന അതേപോലെ തന്നെ അതേ സെയിം പാറ്റേണിലുള്ള ലൈറ്റുകൾ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ വകകൊള്ളിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ ടൗൺ ഹാളിൻ്റെ പണി പൂർത്തീകരിക്കും. അതുപോലെ തന്നെ സ്ലോട്ടർ ഹൗസിൻ്റെ പണിയും അതുപോലെ ആധുനിക മീസ്റ്റാളിൻ്റെ പണിയും പൂർത്തീകരിച്ച് കട്ടപ്പനയെ മനോഹരമാക്കുന്നതിനുള്ള മുഴുവൻ നടപടികളും നമ്മൾ നടത്തുന്നുണ്ട്. വൈദ്യുതി ചാർജ് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അത് ഒരു താങ്ങാനാവുന്നതിനപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് മുനിസിപ്പൽ ഓഫീസ് പൂർണ്ണമായി സോളാർ സിസ്റ്റം സ്ഥാപിച്ച് സോളാർ പാനൽ കൊണ്ടുവന്ന് വൈദ്യുതി എടുക്കുന്നതിന് വേണ്ടിയുള്ള 10 ലക്ഷം രൂപ അതിലും വകകൊള്ളിച്ചിട്ടുണ്ട്. നഗരസഭയുടെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളം സാഹസിക അക്കാദമിക്ക് സ്വന്തമായുള്ള 1 ഏക്കർ സ്ഥലത്ത് 9.63 കോടി രൂപ ചിലവഴിച്ച് 100 പേർക്ക് താമസം, പരിശീലനത്തിനുള്ള സൗകര്യം, ആംഫി തിയേറ്റർ, കോൺഫറൻസ് ഹാൾ, ഡൈനിങ് ഹാൾ, VIP മുറികൾ, ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത്. തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല. സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഇതൊരു ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന സ്ഥാപനമായിട്ട് ഇതിനെ ഗവൺമെന്റ് മാറ്റും. രാജാ വിചാരിക്കുന്നത് പോലെ ചെറിയൊരു ദേവികുളം അഡ്വഞ്ചർ ഒരു പ്രൊജക്ട് മാത്രമല്ല, അക്കാദമി മാത്രമല്ല, ഇത് ദേശീയ തലത്തിൽ തന്നെ ഇതിന്റെ മുഖം മാറും. കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, കൂടുതൽ ആളുകൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടി വരും, കൂടുതൽ പരിശീലകരെയും നമുക്ക് നിയമിക്കേണ്ടി വരും. കാരണം അതിമനോഹരമായ ഒരു സ്ഥലം, ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ലോകത്തെങ്ങും ഇതുപോലൊരു അക്കാദമി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്ര മനോഹരമായ ഒരു സ്ഥലം, അതിനെ നമുക്ക് എത്രമാത്രം ഫലപ്രദമാക്കാൻ കഴിയുമോ അത്രമാത്രം ഫലപ്രദമാക്കണം. ഇപ്പൊ 78 സെന്റ് സ്ഥലമാണ്. അത് ഒരു ദേശീയ തലത്തിലേക്ക് ഇത് വളരുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൂടുതൽ സ്ഥലങ്ങളും കൂടുതൽ സംവിധാനങ്ങളും നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന ഒരു ചെറിയ കെട്ടിടമാണ് ഇവിടെ ഉള്ളത്. ഒരു സ്കൂൾ കെട്ടിടം അതിന്റെ ഡോർമെറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിവിധ കോളേജ്, സ്കൂൾ, മറ്റ് ഏജൻസികളും കൂടാതെ അഡ്വഞ്ചർ അക്കാദമികളുടെ സാഹസിക പരിശീലനങ്ങൾക്ക് വരുന്നവർക്കും ഇപ്പൊ ഡോർമെറ്ററിയാണ് താമസിക്കുന്നത്. അപ്പൊ അതെല്ലാം നമുക്ക് പൊളിച്ചു മാറ്റണം. ഈ കെട്ടിടത്തിലൊന്നും അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. പുതിയ കെട്ടിടമാണ് നമ്മളിപ്പോ ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ മന്ദിരം നിർമ്മിക്കാൻ അതിന്റെ അക്രഡിറ്റഡ് ഏജൻസിയായി നമ്മൾ നിയമിച്ചത് കേരള സംസ്ഥാന മത്സ്യബന്ധന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള, അത് എന്റെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. ഈ ഫിഷറീസും യുവജനകാര്യവും കൂടി ഒന്ന് യോജിപ്പിച്ചു. കാരണം വേറെ എഞ്ചിനീയറിംഗ് വകുപ്പിനെ പിടിക്കേണ്ടതല്ല, നമ്മുടെ തന്നെ നല്ല എഞ്ചിനീയറിംഗ് വകുപ്പ് ഇരിപ്പുണ്ട്. അപ്പൊ അവരെ കൊണ്ട് ഏൽപ്പിച്ചു. അവർ വളരെ ഭംഗിയായിട്ട് സമയബന്ധിതമായിട്ട് ഇത് പണിയും പറ്റിയൊരു ഏജൻസിയാണ്. അവരാണ് ഇതിന്റെ PMC ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷനായിരുന്നു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, യുവജനക്ഷേമ ബോർഡ് ഭാരവാഹികൾ, വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ദേവികുളത്തെ നിലവിലുള്ള അക്കാദമിയിലെ പരിശീലനത്തിനുള്ള സൗകര്യക്കുറവ് പരിഹരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത്. ആനയിറങ്കൽ ജലാശയത്തിൽ നീന്തുന്നതിനിടെ ഗ്രഹനാഥൻ മുങ്ങി മരിച്ചു. നെടുങ്കണ്ടം മൈനർ സിറ്റി പുത്തൻപറമ്പിൽ രാജൻ സുബ്രഹ്മണിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പൂപ്പാറയിൽ മേസ്തിരിപ്പണിക്കെത്തിയ രാജൻ ജോലിയില്ലാത്തതിനാൽ സുഹൃത്ത് സെന്തിൽകുമാറിനൊപ്പം ബൈക്കിൽ ആനയിറങ്കലിൽ എത്തി.
ഹൈഡൽ ടൂറിസം സെന്ററിന് സമീപത്ത് രാജൻ ഇറങ്ങിയ ശേഷം സെന്തിൽ ജലാശയത്തിന്റെ മറുകരയിലേക്ക് ബൈക്കിൽ പോയി. ജലാശയം നീന്തി കടക്കാമെന്ന് പറഞ്ഞാണ് രാജൻ ഇവിടെ ഇറങ്ങിയത്. ജലാശയത്തിന്റെ പകുതി പിന്നിട്ടതോടെ രാജൻ മുങ്ങിത്താഴ്ന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനയിറങ്കൽ വ്യൂ പോയിന്റിന് സമീപം ജലാശയത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്ന ചില സഞ്ചാരികളാണ് ജലാശയത്തിൽ ഒരാൾ മുങ്ങിത്താഴുന്നത് കണ്ടത്. ഇവർ അറിയിച്ചതോടെ നാട്ടുകാരിൽ ചിലർ ജലാശയത്തിന് സമീപത്തെത്തിയെങ്കിലും രാജൻ മുങ്ങിത്താഴ്ന്നിരുന്നു. തുടർന്ന് ശാന്തമ്പാറ പോലീസ് സ്ഥലത്തെത്തുകയും മൂന്നാർ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ലീഡിംഗ് ഫയർമാൻ മനോജിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പാതാളക്കരണ്ടി ഉപയോഗിച്ചുള്ള തിരച്ചിലിലാണ് രാജന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശാന്തമ്പാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പോക്സോ കേസിൽ യുവാവിനെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മൂങ്ങാപ്പാറ സ്വദേശി ഇരപ്പുക്കാട്ടിൽ ശ്രാംജിത്താണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ശ്രാംജിത്താണെന്ന് അറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ മുരിക്കാശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മുരിക്കാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ കെ എം സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപമാണ് കടുവയെ കണ്ടത്. കടുവയെ കണ്ട സഞ്ചാരികൾ ദൃശ്യം പകർത്തുകയായിരുന്നു. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കടുവയെ കണ്ടത്. സഞ്ചാരികൾ ബോട്ട് സർവീസ് നടത്തുന്നതിനിടയിലാണ് ഡാമിനരികിൽ കടുവയെ കണ്ടത്. ബോട്ടിലുണ്ടായിരുന്ന സഞ്ചാരികളാണ് കടുവയുടെ ദൃശ്യം പകർത്തിയത്. DTPCയുടെ ബോട്ടിൽ ചെന്നൈ സ്വദേശികളായ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ സംഘമാണ് കടുവയെ കണ്ടത്. ദിവസവും നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് മാട്ടുപ്പെട്ടി. ഇവിടെ കടുവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരും ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരും സ്കീം വർക്കേഴ്സിനെ തഴയുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സ്കീം വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. LDF സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല. സ്കീം വർക്കേഴ്സിനെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിച്ച ന്യായമായ വേതനവും ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്കീം വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. അവകാശ സംഗമം എന്ന പേരിലായിരുന്നു സമരം. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ, ആശാ വർക്കേഴ്സ് യൂണിയൻ, NHM എംപ്ലോയീസ് യൂണിയൻ, സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ, RBSK എന്നിവർ സംയുക്തമായാണ് ധർണ നടത്തിയത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരും ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരും സ്കീം വർക്കേഴ്സിനെ തഴയുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്ന് KP മേരി ആരോപിച്ചു. 4500 രൂപയാണ് ആശാ വർക്കർക്കായി ഈ 50 കൊല്ലം കൊണ്ട് കൊടുക്കുന്നത്. 4500 രൂപയുടെ 60%. ബാക്കി 40% സംസ്ഥാനങ്ങൾ കൊടുക്കണം. 2000 രൂപയാണ് കേന്ദ്ര ഹെൽപ്പർമാർക്ക് കൊടുക്കുന്നത്. 2280. അതിന്റെ 60% മാത്രമേ കേന്ദ്രം കൊടുക്കുള്ളൂ. 60-40 കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പം സംസ്ഥാനം 40% കൊടുക്കും, കേന്ദ്രം 60%. ഈ വേതനം മേടിക്കുന്ന 2250 രൂപയും 4500-ന്റെയും 60% വാങ്ങിച്ച് ജോലി ചെയ്യുന്ന നിരവധിയായ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നാം കാണണം. എത്ര ദയനീയമായ അവസ്ഥയാണ് അംഗൻവാടി ജീവനക്കാരുണ്ട്. എന്നാൽ കേരള ഗവൺമെന്റ്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ അംഗൻവാടി ജീവനക്കാർക്ക് 2500 രൂപയെ പെൻഷൻ കൊടുക്കുന്ന വർക്കർക്കും 1500 ഹെൽപ്പർക്കും പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനം ഈ കേരളമാണ്. മറ്റൊരു സംസ്ഥാനത്തുമില്ല. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സിന്ധു വിനോദ് അധ്യക്ഷയായിരുന്നു. അങ്കണവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത റിച്ചി, CITU ജില്ലാ പ്രസിഡന്റ് R തിലകൻ, ജില്ലാ സെക്രട്ടറി KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം VR സുജി, CR മുരളി, മാത്യു ജോർജ്, പാചകത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി P രാജാറാം, അങ്കണവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ശോഭന N തുടങ്ങിയവർ സംസാരിച്ചു. വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നരേന്ദ്രമോദി സർക്കാരിനുണ്ടെന്ന് BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ. കേന്ദ്ര സർക്കാരിന്റെ മുൻപാകെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. EPF പെൻഷൻ മിനിമം 5000 രൂപയാക്കുക, EPF ശമ്പള പരിധി
30,000 രൂപയാക്കി ഉയർത്തുക, ESI ശമ്പള പരിധി 21,000-ൽ നിന്നും 42,000 രൂപയാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നിലപാടിൽ നിന്നും കേന്ദ്രം പിന്മാറുക, അങ്കണവാടി ആശാവർക്കർ ജീവനക്കാർക്ക് വേതനവും സംരക്ഷണവും ജീവനക്കാരുടേതിന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശവ്യാപകമായി പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സായാഹ്ന ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് MP റിജികുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. രൂപ ശമ്പളം വാങ്ങിക്കുന്ന തൊഴിലാളികളെ EPF കണക്കാക്കുമ്പോൾ 15,000 രൂപ കണക്കാക്കും. ഈ 15,000 രൂപയുടെ 12% 18% ചേർത്ത് 24% EPF പദ്ധതിയിലേക്ക് അടയ്ക്കും. അവിടെയാണ് പ്രശ്നം. അവിടെ നമ്മൾ പറയുന്നത് തൊഴിലാളിയുടെ മുഴുവൻ ശമ്പളവും EPF-ന്റെ പരിധി വരണം. അങ്ങനെ വന്നാൽ ഇന്ന് തൊഴിലാളിക്ക് ലഭിക്കുന്ന ഈ 1,000 അതിന്റെ 4 ഇരട്ടി 5 ഇരട്ടി വർദ്ധിക്കും. അതുകൊണ്ട് കാലാനുസൃതമായ വർധനവ് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അത് നിയമത്തിൽ മാറ്റം വരുത്തിയാൽ മതി. അതിന് നിയമപരമായ തടസ്സങ്ങളില്ല. സ്വാഭാവികമായും നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കാലാനുസൃതമായ വർധന വരുത്തുവാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ, ദേശീയ സമിതി അംഗം NB ശശിധരൻ, B വിജയൻ, VN രവീന്ദ്രൻ, SG മഹേഷ്, PP ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര വികസനത്തിന് മുൻതൂക്കം നൽകിയ അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി ബജറ്റ് അവതരിപ്പിച്ചു. 128,33,56,294 രൂപ വരുമാനം കണക്കാക്കിയുള്ള ബജറ്റ് അവതരണമാണ് നടന്നത്. വിവിധ മേഖലകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട 128,33,56,294 രൂപ വരവും 128,10,642 രൂപ ചിലവും 12,45,652 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി അവതരിപ്പിച്ചത്. ഇക്കുറിയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തനത് വരുമാനം, പൊതു ആവശ്യ ഫണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ, മെയിന്റനൻസ് ഫണ്ട് തുടങ്ങിയ 128,53,56,294 രൂപ പ്രതീക്ഷിച്ച് വരുമാനവും കാർഷിക പശ്ചാത്തല സേവന മേഖലകളിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംയുക്ത പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് പദ്ധതികളും ഭരണ ചെലവുകളും ചേർന്നുള്ള ചെലവുകളും ചേർത്ത് 128,21,10,642 രൂപ പ്രതീക്ഷിച്ച ചെലവും 12,45,652 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിച്ച് കൊണ്ടാണ് 2025-26 വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. PMAY ഭവന നിർമ്മാണ പദ്ധതിയിൽ 1,97,12,000 കാർഷിക മേഖലയുടെ വികസനത്തിനായി 5,53,000 ക്ഷീരവികസന പദ്ധതികൾക്കായി 10 ലക്ഷവും മൃഗസംരക്ഷണത്തിന് 7 ലക്ഷവും വകയിരുത്തി. ചെറുകിട വ്യവസായ വികസനത്തിന് 50 ലക്ഷവും പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് 30 ലക്ഷവും മറ്റു പദ്ധതികൾക്കായി 97,15,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അങ്കണവാടി വികസനത്തിന് 23 ലക്ഷവും ടൂറിസം ശിശുക്ഷേമത്തിനായി 50 ലക്ഷവും കൂട് പദ്ധതിക്കായി 10,20,000 വകയിരുത്തി. വയോജനക്ഷേമത്തിന് 43,95,030 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഏലപ്പാറ, പീരുമേട്, കൊക്കയാർ, പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സരിത PS ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ ഒരു വിഭാഗം UDF അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചു.
അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീ ശാക്തീകരണം, വയോജനക്ഷേമം, കൃഷി തുടങ്ങി വിവിധ പദ്ധതികൾക്കായി തുക നീക്കിവെച്ചാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് ഒരുക്കിയിരിക്കുന്നത്. 34,59,63,245 രൂപയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സരിത PS അവതരിപ്പിച്ചത്. നികുതി വരുമാനം 88 ലക്ഷം രൂപ, നികുതിയേതര വരുമാനം 65,87,000 രൂപ, ആകെ നികുതിയേതര വരുമാനം 1,53,87,000 രൂപ, ജനറൽ പർപ്പസ് ഗ്രാന്റ് 1,83,29,000 രൂപ, ആകെ തനത് വരുമാനം 3,37,16,000 രൂപ, മറ്റ് റവന്യൂ ഗ്രാന്റുകൾ പദ്ധതി ചെലവുകൾ 6,40,90,903 രൂപ, മറ്റ് റവന്യൂ ഗ്രാന്റുകൾ പദ്ധതിയേതര ചെലവുകൾ 8,50,00,000 രൂപ, ആകെ റവന്യൂ വരവുകൾ 18,28,66,903 രൂപ, മൂലധന വരവ് വായ്പ വാങ്ങൽ 2,25,00,000 രൂപ, വായ്പ ഒഴികെയുള്ള മൂലധന വരവുകൾ 12,66,85,129, ആകെ മൂലധന വരവുകൾ 14,91,85,129, ആകെ വരവുകൾ 33,19,92,32 രൂപ, പ്രാരംഭ ബാക്കി 1,39,71,213 രൂപ. ചില UDF അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചു. എന്നാൽ BJP അംഗം ബജറ്റിനെ പിന്തുണച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ MCF നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം വാങ്ങലിൽ പാളിച്ച ആരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വായ്മൂടിക്കെട്ടി സമരം നടത്തി. ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ഓമന സോദരൻ എന്നിവരാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. 19/7/2024 MCF നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു. ഇതിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായി ഫ്രാൻസിസ് അറക്കപ്പറമ്പിലും ഓമന സോദരനും ഉൾപ്പെട്ടു. എന്നാൽ നാളിതുവരെ വിഷയവുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റി ചേരാതെ സ്ഥലം വാങ്ങുന്നതിനുള്ള തീരുമാനം എടുക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. പഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയിൽ വിശദമായി ചർച്ച നടത്തി അംഗീകാരം നേടിയതിനു ശേഷം മാത്രം സ്ഥലം വാങ്ങുന്നതിനുള്ള തുക നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിന് മുൻപിൽ വായ്മൂടിക്കെട്ടി പ്ലക്കാർഡുകളുമേന്തി കോൺഗ്രസ് അംഗങ്ങൾ സമരം നടത്തിയത്. MCF നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിന് കോൺഗ്രസ് പാർട്ടിക്ക് എതിർപ്പില്ല. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പാളിച്ചകൾക്കെതിരെയാണ് സമരം നടത്തിയതെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു. MCFന് സ്ഥലം വേണമെന്നുള്ള കാര്യത്തിനകത്ത് ഞങ്ങൾ UDFന്റെ ജനപ്രതിനിധികൾക്കോ കോൺഗ്രസ് പാർട്ടിക്കോ അതിനകത്ത് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടിക്രമങ്ങളിലെ പാളിച്ച, അതിനെതിരെയാണ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഈ സമരവുമായിട്ട് ഞങ്ങൾ കടന്നു. ഇവിടെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ശ്മശാനത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 67,000 രൂപയ്ക്കാണ് സെൻറ്റിന് ഭൂമി വാങ്ങിച്ചിട്ടുള്ളത്, പഞ്ചായത്ത് വാങ്ങിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലവുമായി ഏകദേശം ബന്ധമുള്ള സ്ഥലത്ത് 91,000 രൂപയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അഴിമതി വിളിച്ചിട്ട് വരികയാണ്. ഇതോടൊപ്പം തന്നെ സബ് കമ്മിറ്റി കൂടി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി 25-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളെല്ലാം ഏകദേശമായിരിക്കുന്നതാണ്. രജിസ്ട്രേഷൻ നടപടികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 25-ാം തീയതി ഇതെല്ലാം ആയതിനു ശേഷം ഇത് പഞ്ചായത്ത് സെക്രട്ടറി നമ്മൾ അറിഞ്ഞ ഉടനെ പരാതിപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് 26-ാം തീയതി സബ് കമ്മിറ്റി കൂടാൻ വേണ്ടി ഞാൻ അടക്കമുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ടവർ വിളിച്ച് കമ്മിറ്റി കൂടിയിട്ടുള്ളത്. ആ കമ്മിറ്റിയിൽ പൂർണ്ണമായും ഇതിനകത്ത് എടുത്തിട്ടുള്ള നടപടിക്രമങ്ങളുള്ള വിയോജിപ്പ്, കോൺഗ്രസ് മെമ്പർമാരുടെ വിയോജിപ്പ് സബ് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് ശ്മശാനത്തിന് ഭൂമി വാങ്ങിയത് സെന്റിന് 67,000 രൂപയ്ക്കാണ്. ഇതിന് സമീപത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ MCFനായി 91,000 രൂപയ്ക്ക് വാങ്ങുന്നത്. ഇതിൽ അഴിമതിയുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എക്സൈറ്റ് പ്രോജക്ട് എക്സിബിഷൻ 2025 സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എക്സൈറ്റ് 2025 എന്ന പേരിലാണ് ടെക്നിക്കൽ പ്രോജക്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു മാനുവൽ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. First of all, you have to demonstrate with some layman idea
And if they are interested so much, you have to go into the deep with the technology and the correct thing. So whatever you are going to explain should be in English first of all. If they are finding it difficult to understand what you are saying, you just convey the idea. ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ഐഡിയ കൺവേ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ. ഡോക്ടർ സന്തോഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് റോയി ജോസഫ്, ഡോക്ടർ റിനു ജോസ്, സ്റ്റുഡൻസ് കോർഡിനേറ്റർ അമൽ റോയി, പ്രൊഫസർ ഉമേഷ് AC, പ്രൊഫസർ രാജീവ് രാജൻ, സ്നേഹ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. നൂതന സാങ്കേതിക വിദ്യയുടെ കാലിക പ്രസക്തമായ വൈവിധ്യമാർന്ന പ്രൊജക്ടുകൾ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കൂടാതെ ഇലക്ട്രോണിക്സ് മേഖലയിലെ സമകാലീന ആശയങ്ങളുടെ അവതരണവും നടന്നു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പ്രദർശനം കോളേജിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പരിപാടി വ്യത്യസ്ത അനുഭവമായി മാറി. നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ആലപ്പുഴയിൽ നിന്നും വണ്ടിപ്പെരിയാർ വെള്ളക്കടവിലേക്ക് വരികയായിരുന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. പശുമല ജംഗ്ഷന് സമീപം എത്തിയപ്പോൾ നായ ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ചാടുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർ വള്ളക്കടവ് മൂലക്കയം സ്വദേശി പ്രഭാകരൻ അപകടത്തെ തുടർന്ന് വാഹനത്തിനടിയിൽപ്പെടുകയും ഇയാളുടെ കൈ ഒടിയുകയും ചെയ്തു. വള്ളക്കടവ് അമ്പലപ്പടി സ്വദേശി വേണുവും ഇയാളുടെ 2 കുട്ടികളുമാണ് വാഹനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത്. ഇതിൽ വേണുവിനും കാലിന് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്നവരെ വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം ഓട്ടോറിക്ഷ ഡ്രൈവർ പ്രഭാകരനെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സമഗ്ര ശിക്ഷ കേരള കട്ടപ്പന BRCയുടെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ലയൺസ് ക്ലബ് നെടുങ്കണ്ടം ഗ്രേറ്റർ ചാപ്റ്റർ പ്രസിഡന്റ് സിജു തോമസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന BRCയുടെ പരിധിയിൽ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന 20ഓളം കിടപ്പ് രോഗികളായ ഭിന്നശേഷി കുട്ടികൾക്കാണ് ഡയപ്പർ ലഭിക്കുന്നത്. ലയൺസ് ക്ലബ് നെടുങ്കണ്ടം ഗ്രേറ്റർ ചാപ്റ്ററാണ് ഡയപ്പർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. BRC ഹാളിൽ നടന്ന യോഗത്തിൽ DEO യശോധരൻ KK അധ്യക്ഷനായിരുന്നു. ലയൺസ് ക്ലബ് നെടുങ്കണ്ടം ഗ്രേറ്റർ ചാപ്റ്റർ പ്രസിഡന്റ് സിജു തോമസ് ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഓരോ വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലയൺസ് ക്ലബ്ബുകളെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പോർട്സ് മീറ്റ് എല്ലാ വർഷവും നടത്താറുണ്ട്. അവരുടെ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടി പോകാതെ അവരുടെ കഴിവുകളെല്ലാം സ്പോർട്സും ആർട്സുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റ് നടത്തി പൊതുവേദിയിലേക്ക് അവരെ മുമ്പോട്ട് കൊണ്ടുവരുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും ലയൺസ് ക്ലബ്ബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കട്ടപ്പന BRC BPC ഷാജിമോൻ KK പദ്ധതി വിശദീകരണം നടത്തി. MJ സാബു, സജി തോമസ്, ബിനോയ് ചാക്കോ, റോസ്മിൻ സിബി, റിയാപ്പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. നരിയമ്പാറ മുതൽ ഇടുക്കിക്കവല വരെയുള്ള പാതയോരത്താണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കട്ടപ്പന കോട്ടയം റോഡിൽ നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട നരിയമ്പാറ മുതൽ ഇടുക്കിക്കവല വരെയാണ് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഇന്നത്തെ ദിവസം കട്ടപ്പന നഗരസഭയിൽ നരിയമ്പാറ തൊട്ട് ഇടുക്കിക്കവല വരെയുള്ള കോട്ടയം റോഡിലെ മാലിന്യങ്ങളാണ് നീക്കം ചെയ്യുന്നത്. ഹരിതകർമ്മസേന ഉപയോഗിച്ചാണ് നീക്കം ചെയ്യുന്നത്. മാർച്ച് മാസം 30-ാം തീയതി കേരളത്തിൽ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ നഗരസഭയിലെ 29-ാം തീയതി മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ പ്രവർത്തനം നടത്തിയത്. കട്ടപ്പന നഗരസഭയെ 29-ാം തീയതി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി. പാതയോരത്ത് വലിച്ചെറിയുന്ന മാലിന്യങ്ങളും ചപ്പുചവറുകളും നീക്കം ചെയ്തു. അതോടൊപ്പം വീണ്ടും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മെഗാ ക്ലീനിങ്ങിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ തുടച്ചു നീക്കുന്നതിനായി ഹരിതകർമ്മസേനാംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ മേരികുളം ടൗണിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ മെഗാ ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഓരോ പഞ്ചായത്തുകളും അയൽക്കൂട്ടം അടക്കമുള്ള താഴെത്തട്ടിൽ നിന്നുള്ള പഞ്ചായത്തുകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ
നമ്മുടെ പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മെഗാ ക്ലീനിങ്ങാണ്, ക്ലീനിങ്ങിൻ്റെ ക്യാമ്പയിനാണ് ഇന്ന് ഇരിക്കുമ്പോൾ പഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾ, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇന്ന് നീരുകുളം ടൗണ് മെഗാ ക്ലീനിങ് നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ, സോണിയ ജെറി, ജോമോൻ വി ടി, വി ബിനു, കുഞ്ഞുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ബിലീവേഴ്സ് ചർച്ച് ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിൽ KG സെക്ഷൻ ഗ്രാജുവേഷൻ സെറിമണി നടന്നു. പരപ്പ് ചാവറഗിരി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തെ KG സെക്ഷനിലെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചത്. പരപ്പ് ചാവറഗിരി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടി മിടുക്കനായിട്ടൊരു കുട്ടി ഇത് പറയുവാണ്, ടീച്ചർ അവിടെ ബോർഡില് വെള്ളം വരച്ച് ചേർന്നിട്ടില്ല, നീ ചത്തുപോകും. മനസ്സിലായോ? ശരിയാണ്, അവൻ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഗ്രേസ് ഗാർഡനിൽ ഈ 2 വർഷം LKG UKG കുഞ്ഞിനെ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാം, ഈ കൊച്ചിന് പലർക്കുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു, പ്രിൻസിപ്പൽ KJ തോമസ്, PTA പ്രസിഡന്റ് ഡാലി ജോസ്, വൈസ് പ്രസിഡന്റ് ഷിബു കെ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വലിയപാറയിൽ മാർച്ച് 29 നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ഭവന സന്ദർശനത്തിന് തുടക്കമായി. അകറ്റാം അകലാം എന്ന പേരിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വലിയപാറ കലാരഞ്ജിനി വായനശാലയും കട്ടപ്പന വൊസാഡും അങ്കണവാടിയും സംയുക്തമായാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി MSW വിദ്യാർത്ഥികളാണ് ഭവന സന്ദർശനം നടത്തുന്നതും ബോധവൽക്കരണം നൽകുന്നതും. നമ്മൾ കടന്ന് ഇവിടെ MSW പഠിച്ച കുട്ടികളാണ് എൻ്റെ കൂടെയുള്ളത്. ഈ വീടുകളിൽ കടന്നു ചെന്ന് മാതാപിതാക്കളോടും കുട്ടികളോടും ഒപ്പം ഈ ലഹരി വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഇതിൽ നിന്ന് പിന്തിരിയുന്നുള്ള ഒരു ബോധവൽക്കരണം അത്തരത്തിൽ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിനും ഒപ്പം ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തുകൊണ്ട് ഈ വരുന്ന ശനിയാഴ്ച 3:30 മണിക്ക് വലിയപാറ വായനശാലയിൽ വെച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിലേക്ക് ക്ഷണിക്കുന്നതിനോട് കൂടിയാണ് ഈ ക്യാമ്പയിനുമായിട്ട് MSWൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇന്ന് ഇവിടെ സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർഡ് കൗൺസിലർ സിജു ചക്കുമുട്ടിലിന്റെ നേതൃത്വത്തിൽ അങ്കണവാടി വർക്കർ ബിന്ദു, ബേബി മാവുങ്കൽ, സിജോ ഉമ്മൻ, ആദർശ് മാത്യു, വിഷ്ണു പ്രകാശ്, അലീന മരിയ, വിൽസൺ, അനിറ്റ ഷാജി തുടങ്ങിയവരാണ് ഭവന സന്ദർശനം നടത്തിയത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കത്തുന്ന വേനലിനെ കുളിരേകി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിക്കുന്ന വേനൽ മഴ കർഷകർക്ക് മാത്രമല്ല വൈദ്യുതി വകുപ്പിനും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ചൂട് കുറയുന്നതോടെ വൈദ്യുതിയുടെ ഉപയോഗത്തിലും കുറവ് വരും. തുടർച്ചയായി വേനൽ മഴ പെയ്തയിടങ്ങളിൽ ജലസ്രോതസ്സുകൾ നേരിയ തോതിലെങ്കിലും ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട്. വേനൽ മഴ തുടർന്നാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒഴിവാകും. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് മാത്രമല്ല വൈദ്യുതിയുടെ ഉപയോഗം കുത്തനെ കൂടുന്നതും വൈദ്യുതി വകുപ്പിന്റെ ചങ്കിടിപ്പേറ്റുന്ന കാര്യമാണ്. പോയ വർഷം വൈദ്യുതി വകുപ്പ് ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. വേനൽ കത്തിക്കയറി അന്തരീക്ഷ താപനില ഉയരുന്നതോടെ ചൂട് കുറയ്ക്കാൻ ആളുകൾ പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കും. എയർ കണ്ടീഷണർ, കൂളറുകൾ, ഫാൻ എന്നിവയുടെ ഉപയോഗം ക്രമാതീതമായി ഉയരും. ഇത് വൈദ്യുതി വകുപ്പിന് അത്ര ശുഭകരമായ കാര്യമല്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹൈറേഞ്ചിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിലും വേനൽ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അന്തരീക്ഷ താപനില കുറയുന്നതോടെ ആളുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവിലും കുറവ് വരും. പൊതുവെ എല്ലാവർക്കും ആശ്വാസകരമായ നിലയിൽ വേനൽ മഴ ലഭിച്ചു എന്നുള്ളത് ഒരുപാട് വിഭാഗങ്ങൾക്ക് വലിയ ആശ്വാസം പകരുന്ന സ്ഥിതിയാണുള്ളത്. നമ്മുടെ വളരെയധികം ചൂട് കൂടി അന്തരീക്ഷ താപനില 40-നും മുകളിലേക്ക് പോയി. ഹൈറേഞ്ചിലാണെങ്കിൽ പോലും വളരെ ചൂട് കൂടിയെന്ന ഒരു സമയത്താണ് വേനൽ മഴ കിട്ടിയിട്ടുള്ളത്.
നമുക്കറിയാം വൈദ്യുതി ഉപയോഗം വളരെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. AC വർക്ക് ചെയ്യുന്നു, ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ഇതുപോലെയുള്ള വളരെ വലിയ രീതിയിലുള്ള ഉഷ്ണം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കറണ്ട് ഉപയോഗിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ചൊരു ശമനം കിട്ടിയിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ പൊടി ഒതുങ്ങുകയും കുറച്ച് തണുക്കുകയെല്ലാം ചെയ്തതോടുകൂടി എല്ലാ മേഖലകളിലും മനസ്സിനും പൊതുവെ എല്ലാ രംഗത്തും ഒരു കുളിർമയുണ്ടായ സാഹചര്യമുണ്ട്. വേനൽ കത്തിക്കയറുന്ന സാഹചര്യത്തിലും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴേക്ക് പോകുന്ന സാഹചര്യത്തിലും വൈദ്യുതി ഉപയോഗത്തിന്റെ കാര്യത്തിൽ നേരിയ തോതിലെങ്കിലും കുറവ് വന്നാൽ അത് വൈദ്യുതി വകുപ്പിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വേനൽ മഴയെ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഡിസംബറിന് ശേഷം മഴ പൂർണ്ണമായി മാറുകയും പകൽ ചൂട് വർദ്ധിക്കുകയും ചെയ്തതോടെ ജലസ്രോതസ്സുകൾ പലതും വളരെ പെട്ടെന്ന് വരണ്ടോ. ചെറിയ അരുവികളും തോടുകളുമെല്ലാം പൂർണ്ണമായി തന്നെ വറ്റി. ഇതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ കുറഞ്ഞു. തുടർച്ചയായി വേനൽ മഴ പെയ്തയിടങ്ങളിൽ ജലസ്രോതസ്സുകൾ നേരിയ തോതിലെങ്കിലും ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ വേനൽ മഴയുടെ ലഭ്യത തുടർന്നാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒഴിവാകുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 106, വിൽപ്പനയ്ക്ക് വന്നത് 23,917, വിൽപ്പന നടന്നത് 23,705. കൂടിയ വില 3,732, ശരാശരി വില 2,778. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,700, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 750, കൊക്കോ 100, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 8,235 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാജകുമാരി ഖജനാപ്പാറ അരമനപ്പാറ സ്ട്രീറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടത് ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികൾ. സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പോലീസ് കസ്റ്റഡിയിൽ. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ തെളിവെടുപ്പിനിടെ നിർണായക കണ്ടെത്തൽ. ആഷിഖ് ജോൺസൺ ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. കത്തി കണ്ടെടുത്തത് കലയന്താനിയിലെ ഗോഡൌണിൽ നടത്തിയ തെരച്ചിലിൽ. കട്ടപ്പന നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ബജറ്റ് അവതരിപ്പിച്ചത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി. ജില്ലയിൽ ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിച്ച ബജറ്റ് എന്ന പ്രത്യേകതയും കട്ടപ്പന നഗരസഭയ്ക്ക്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.